മോയിസ് ഇവിടാണോ താമസിക്കുന്നത്? അതെ. ദാ ഈ ഡിക്റ്റേറ്റീവ് ബോസ് അതും ഇവിടെ തന്നെയാ. കുഴിവേലി രാംജി പുതിയതായി വന്ന പോസ്റ്റ്മാൻ അല്ലേ? ഇനി തന്നേക്ക്. അതും ഇവിടത്തേക്കുള്ളതാ. ഈ ഭാസി മൂലമറ്റം എന്റെ ഭർത്താവാ. ഒന്നൊന്നായി ചോദിക്കണ്ട, ഇനിയും ഒത്തിരി കാണും കത്തുകൾ. വീട്ടു നമ്പർ നോക്കി എല്ലാം ഇങ്ങെടുത്തോ. കൈക്കുടൻ ജോസ്, KPRA 12 വിമല രാജേന്ദ്രൻ, കുഴിവേലി രാംജി, TV മണിമാല KPRA 12, മോയ്സി KPRA 12, മോയ്സി KPRA 12. ഇതെല്ലാം ഇങ്ങി തന്നേരെ. എല്ലാം എന്റെ ഭർത്താവിനുള്ളതാ. എന്റെ കർത്താവേ, നിങ്ങൾക്ക് ഇത്രയും ഭർത്താക്കന്മാരാ? വേൾഡ് റെക്കോർഡിൽ പേര് കൊടുക്കാമല്ലോ. ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരുള്ള ഭാര്യ എന്ന പേര് ചേർക്കും അവര്. ഡോ, അനാവശ്യം പറയരുത്. താ തന്നെ ജോലിക്ക് പോ. അല്ല, ഈ TV മണിമാലയും വിമല നരേന്ദ്രനും ഒക്കെ എങ്ങനെയാ നിങ്ങളുടെ ഭർത്താവാകുന്നത്? അല്ല, എനിക്കൊന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല, അതുകൊണ്ടാ. ജന്തു ഇതെന്തോന്ന് കാണിക്കുന്നത്? അദ്ദേഹം ചിരിച്ചതാ. ഈ കത്തുകളിലെ പേരുകൾ കണ്ടിട്ട് തനിക്ക് കൺഫ്യൂഷൻ അടിച്ചു കാണുമല്ലേ? എടോ, ഇതെല്ലാം എനിക്കുള്ള കത്തുകൾ തന്നെ. അതെങ്ങനെ? എടോ, ഞാനൊരു ജനപ്രിയ പൈങ്കിളി നോവലിസ്റ്റ് ആണ്. പല പല വാരികളിലായി പല പല പേരുകളിലാണ് ഞാൻ എഴുതുന്നത്. അല്ല, അതെന്താണ് ഈ ഒരു പേരിൽ എഴുതിയുള്ള കുഴപ്പം? ഒരു വാരികയിൽ ഒരു ലക്കത്തിൽ 5 നോവലുകൾ ഒരു പേരിൽ തന്നെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോ വായി തോന്നുന്ന പേരുകളിൽ ഞാൻ എഴുതും. മനസ്സിലായോ? പരമവിഡ്ഢി. അപ്പോ സാർ വായനക്കാരെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണല്ലേ? വിഡ്ഢികളാവാൻ വായനക്കാർ സ്വയം തയ്യാറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ ആം ഹെൽപ്ലെസ്. ശ്യാമ, പോസ്റ്റ്മാന് സംഹാരം കൊടുത്തേക്കും. അല്ല സാറേ, ഒരു സംശയം. ഈ സാറിന്റെ യഥാർത്ഥ പേരെന്താണ്? അതാണ് ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ അച്ഛനും അമ്മയൊക്കെ ഇട്ട പേര്? അച്ഛനും അമ്മയും മറന്നുപോയി, പിന്നെയാണോ പേര്? അല്ല, എന്നാലും സാറേ SLC ബുക്കിൽ കാണുമല്ലോ. 2 ജയിക്കണം മോനെ SSLC ബുക്ക് കിട്ടാൻ. ശ്യാമ, ആ നാടൻ പട്ടി അഴിച്ചു വിട്ടേക്കോ, കടിച്ചു കൊല്ലട്ടെ അവനെ.